ദേവാലയത്തിൽ ഇപ്പോൾ പരിസമാപ്തി കുറിക്കപ്പെടുകയാണ്. അരമണിക്കൂറിനുള്ളിൽ ആരംഭിക്കുന്ന ഭക്തി നിർഭരമായ റാസയെ തുടർന്ന് നടക്കുന്ന കൊടിയിറക്കോടുകൂടി ഈ വർഷത്തെ ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങൾ പൂർണ്ണമാവും. ലക്ഷക്കണക്കിന് സഭാവിശ്വാസികളും ദൈവവിശ്വാസികളുമാണ് ജാതിമത ഭേദമന്യേ ഇന്നും ഇന്നലെയും ഒക്ടോബർ 26 മുതൽ ഈ പരിമല ദേവാലയത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് ഏറെ ക്ലേശകരമായ ഒരു സത്യം തന്നെയാണ്. അപ്പോഴും കർത്താവിന്റെ തിരുസന്നിധിയിലേക്കുള്ള ഒരു ദിവ്യ സേവനമായി ഇതിനെ കണക്കാക്കിക്കൊണ്ട് നിസ്വാർത്ഥമായ സേവനമനുഷ്ഠിക്കുന്ന പരിമല സെമിനാരി കൗൺസിൽ അംഗമായ ശ്രീ ജേക്കബ് തോമസ് അരികുമ്പുറം ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഈ ഓർമ്മദിന പെരുന്നാൾ ആഘോഷങ്ങൾ ഗംഭീരമാക്കുന്നതിനായി പരിമല കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ പരിമല സെമിനാരിയുടെ നിത്യകാര്യങ്ങൾ മുഴുവൻ സുഗമമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ സദാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൗൺസിലാണ് അംഗമായ ശ്രീ അരികുമ്പുറം സാർ നമ്മളോടിപ്പോൾ അതിന്റെ പുറകിലുള്ള ത്യാഗത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുകയാണ്. കഴിഞ്ഞ 7 ദിവസങ്ങളായി വലിയ അത്യധ്വാനത്തിൻ്റെ വലിയ ദൈവകൃപയുടെ ദിവസങ്ങളായിരുന്നു പരിമലയെ സംബന്ധിച്ചിടത്തോളം. പരിമല കൊച്ചുതിരുമേനിയുടെ 109ാമത് ഓർമ്മ പെരുന്നാൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ പരിസമാപ്തിയിലെത്തുന്നു. 2 മണിക്ക് നടക്കുവാൻ പോകുന്ന റാസ, ആ റാസയുടെ മണിയടി ശബ്ദമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ പരിപാവനമായ വിശുദ്ധമായ റാസയോടുകൂടി പരിമല പെരുന്നാളിനെ കൊടിയിറങ്ങുവാൻ പോവുകയാണ്. 109ാമത് പെരുന്നാളാണ് ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത്. ഓരോ വർഷവും പരിമല പള്ളിയിലേക്ക് പരിമല കൊച്ചുതിരുമേനിയുടെ കബറിങ്ങളിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ വിശ്വാസികളുടെ എണ്ണം ആയിരങ്ങൾ കണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കാതെ തന്നെ ഇതിനെ നിയന്ത്രിക്കുവാൻ പരിമല കൊച്ചുതിരുമേനിയുടെ പ്രാർത്ഥന, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇതിൻ്റെ സംഘാടകർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ തീർത്ഥാടന വാരം, അതിൻ്റെ ഭംഗിയായുള്ള നടത്തിപ്പ് ചെറിയ കാര്യമല്ല. പക്ഷേ അതെങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ നടക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതുവരെയുള്ള അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ പരിമല കൊച്ചുതിരുമേനിയുടെ കൃപ കൊണ്ട് എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായാലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകരെ ഇവിടെ സ്വീകരിക്കുവാനും അവർക്ക് പരിമല കൊച്ചുതിരുമേനിയുടെ കബറിങ്ങളിൽ നിന്നുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ദൈവ ആശ്രയത്തോടുകൂടി കൊച്ചുതിരുമേനി, പരിമല കൊച്ചുതിരുമേനി ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന ആ ആവേശകരമായ ആഗ്രഹപ്രകടനത്തോടുകൂടി അവർക്ക് അനുഗ്രഹം സിദ്ധികളോട് സ്വീകരിച്ചുകൊണ്ട് ഇവിടുന്ന് പോകുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരിമലയെ സംബന്ധിച്ചിടത്തോളം 100 വർഷങ്ങൾ അല്ലെങ്കിൽ 130-140 വർഷങ്ങൾക്ക് മുമ്പ് കാട് പിടിച്ചുയർന്ന എന്നൊരു പ്രദേശം, ആ പ്രദേശത്തെ ഇത്ര പരിപാവനമാക്കി മാറ്റുവാൻ കഴിഞ്ഞത് പരിമല കൊച്ചുതിരുമേനിയുടെ ഇവിടുത്തെ താമസവും പ്രാർത്ഥനയും ദൈവാശ്രയവുമാണ് എന്ന് എടുത്തു പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. പരിമല കൊച്ചുതിരുമേനി ഒരു ആത്മീയ മാലധ്യക്ഷൻ മാത്രമായിരുന്നില്ല, ഒരു ദൈവാനുഗ്രഹമുള്ള പുരുഷൻ മാത്രമായിരുന്നില്ല. അദ്ദേഹം സമൂഹത്തിന് ഗുണകരമായി ഉള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സമസ്ത മേഖലയിലെ ഒരു വിപ്ലവകാരി കൂടിയായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പരിമല കൊച്ചുതിരുമേനിയുടെ പരിശ്രമങ്ങൾ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അഭ്യസിപ്പിക്കുന്ന കാര്യത്തിൽ പരിമല കൊച്ചുതിരുമേനി കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ, MGM സ്കൂൾ ഉൾപ്പെടെ പരിമല ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു പ്രൈമറി സ്കൂൾ ഉൾപ്പെടെ പരിമല, അതുപോലെ വിവിധ പ്രദേശങ്ങളിൽ അദ്ദേഹം മുൻകൈയെടുത്ത് സ്ഥാപിച്ചിട്ടുള്ള സ്കൂൾ സമസ്ത മേഖലയിലെയും പുരോഗതിക്ക് പരിമലയിൽ കൊച്ചുതിരുമേനി എത്തുമ്പോൾ പരിമല ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ കാട് പിടിച്ച ഒരു പ്രദേശമായിരുന്നു. അദ്ദേഹത്തിന്റെ മുൻഗാമി മലങ്കര മെത്രോപൊളിത്ത ആയിരുന്ന ജോസഫ് മാർ ദീവന്യാസോസ് തിരുമേനിക്ക് പരിമലയിൽ ഒരു ആസ്ഥാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതിന് ഇടകൊടുത്തത് അരിപുറത്ത് കോരിതമാത്തനാണ് എന്ന് ആ കുടുംബത്തിലെ ഒരു അംഗമെന്നുള്ള നിലയിൽ വളരെ അഭിമാനത്തോടുകൂടി എനിക്ക് പറയുവാൻ കഴിയുന്ന കാര്യമാണ്. അരിപുറത്ത് കോരിതമാത്തൻ
പുലിക്കോട്ടന്മാർ ദൈവന്യാസിയോസ് തിരുമേനിയെ പരിമലയിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന് ഇവിടെ ഒരു പഠിത്ത വീട് സ്ഥാപിക്കാൻ ആവശ്യമായ ചെറുതെങ്കിലുമായ ഒരു സ്ഥലം നൽകുകയും ഇവിടെ അത് സ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മക്കൾ പരിമല പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പള്ളി സ്ഥാപിക്കാനായ ആവശ്യമായ സ്ഥലം ദാനമായി നൽകി. ഇന്ന് മനോഹരമായ ഈ വലിയ സൗധം അന്ന് അരിപുറത്ത് കുടുംബത്താൽ സ്ഥാപിതമായ ഒരു മുളങ്കൂട്ട് പള്ളിയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അത്ഭുതകരം തന്നെയാണ്. പരിമല കൊച്ചു തിരുമേനി കാലം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം സൂചിപ്പിച്ചു, എന്നെ കാലം ചെയ്താൽ എന്നെ ഇന്നടത്തടക്കണം, അവിടെ ഒരു നിധി ഉണ്ടായിരിക്കും, ആ നിധി ഈ സഭയുടെ പുരോഗതിക്ക് ആവശ്യമായ എല്ലാ നേട്ടങ്ങളും നേടിത്തരുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് ഇപ്പോൾ ഓർത്തുപോവുകയാണ്. ആ നിധിയാണ്, ആ നിധിയിലേക്കുള്ള നിധി സമാഹരണമാണ് ഇവിടെ എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകർ എന്നുള്ള കാര്യം തർക്കമില്ല. ഇവിടെ വരികയും അവർ നേർച്ചയാർച്ചകൾ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ആഗ്രഹ സിദ്ധികൾ നടപ്പായി കിട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും വരുന്ന തീർത്ഥാടകരുടെ എണ്ണം 1000, 10,000ങ്ങളായി വർദ്ധിച്ച് ലക്ഷങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 10, 16, 20 സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഈ സെമിനാരിയിലേക്ക് വന്ന പദയാത്രകൾ, ആ പദയാത്രകളൊക്കെ തന്നെ ദൈവാനുഗ്രഹം പ്രാപിച്ചുകൊണ്ടാണ് ഇവിടുന്ന് തിരിച്ചു പോയിട്ടുള്ളതെന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ആ തരത്തിൽ വളരെ ഭംഗിയായി കലാശിച്ചിരിക്കുന്ന ഈ അവസാനത്തോടടുത്തുകൊണ്ടിരിക്കുന്ന പരിമല പെരുന്നാൾ, ഒരാഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ, 2 ദിവസങ്ങളിലായി വന്നുകൊണ്ടിരുന്ന ജനപ്രവാഹം എല്ലാം ദൈവപരമായി നടത്തിത്തന്ന പരിമല കൊച്ചുതിരുമേനിയുടെ പ്രാർത്ഥനയ്ക്ക് ഉപവർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം പ്രാർത്ഥന തുടർന്നും ഈ പ്രദേശത്തും അദ്ദേഹത്തെ ആരാധിക്കുകയും കൂടാതെ ഈ പ്രദേശത്തെ സമസ്ത സമുദായങ്ങൾക്കും ജാതികൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചുരുക്കുന്നു. പരിശുദ്ധനായ കൊച്ചു തിരുമേനിയുടെ കബറടക്കങ്ങളിലേക്കുള്ള വഴിയുടെ ദേവവീതിയുടെ വശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലക്ഷക്കണക്കിന് തീർത്ഥാടകർ, ലക്ഷക്കണക്കിന് വിശ്വാസികൾ, ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ സഞ്ചരിച്ച ദേവവീതിയാണിത്. ഇപ്പോൾ റാസ തുടങ്ങാൻ പോകുന്നതിന്റെ ഭാഗമായി ഈ ദേവാലയ അങ്കണത്തിൽ ദേവാലയ സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ വിശ്വാസികളും റാസയിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ്. മുത്തുക്കുടയും അലിക്കട്ടക്കുടയും ഒക്കെയായി പ്രാർത്ഥന മാത്രം നിറഞ്ഞ മനസ്സോടുകൂടി ഈ റാസയിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കബറടക്കങ്ങളിലേക്കുള്ള ഈ ദേവവീതിയിൽ വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നതുകൊണ്ട് ഇപ്പോഴും പദയാത്രാ സംഘങ്ങൾ ഇവിടെ വരാതിരിക്കുന്നു എന്നല്ല, ഇടപെടാതെ തന്നെ ഇടമുറിയാതെ തന്നെ പദയാത്രാ സംഘങ്ങൾ പരിമല ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2 മണിക്ക് ഈ പരിമല ദേവാലയത്തിന്റെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കൗൺസിൽ അംഗം ശ്രീ അരികുപുരം സാർ പറഞ്ഞതുപോലെ പരിമല ദേവാലയത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ACBയുടെ തത്സമയ സംപ്രേഷണങ്ങൾക്കായി ഞങ്ങൾ വിവിധ ആരാധനാലയങ്ങൾ, വിവിധ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ സ്ഥിരമായി പോകുന്നവരാണ്. പരിമല ദേവാലയത്തിന് എടുത്തു പറയാവുന്ന ഏറ്റവും വലിയ പ്രത്യേകത കൃത്യതയാണ്, സമയനിഷ്ഠയാണ്. ഒരുപക്ഷെ ജീവിതത്തിന്റെ ഒരു ദിവസത്തിന് 24 മണിക്കൂറും സേവനത്തിന്റെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഉത്തമ ഉദാഹരണങ്ങൾ കാഴ്ചവെക്കാനായി ഒഴിഞ്ഞുവെച്ചിരുന്ന പരിമല തിരുമേനിയുടെ പരിശുദ്ധമായ കബറിടം സ്ഥിതി ചെയ്യുന്ന പുണ്യദേവാലയമായതുകൊണ്ട് തന്നെയാവാം ഒരല്പം പോലും സമയം പാഴാക്കി കളയാതെ കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഈ ദേവാലയത്തിൽ ആധ്യാത്മികമായ എല്ലാ ചടങ്ങുകളും, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ യോഗങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നത്. റാസ ആരംഭിക്കുകയാണ്. 2 മണിക്ക് റാസ ആരംഭിക്കുമെന്നുള്ളതാണ് ദശാബ്ദങ്ങളായുള്ള അറിയിപ്പ്. കൃത്യമായ അതിന്റെ ആവർത്തനം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു. 2 മണിക്ക് ആരംഭിക്കുന്ന റാസ ഏതാണ്ട് 1.5 മണിക്കൂർ കൊണ്ടാണ് പ്രദക്ഷിണ വീതി പൂർത്തിയാക്കി തിരികെ ദേവാലയത്തിൽ എത്തിച്ചേരുന്നത്. റാസ ദേവാലയത്തിൽ എത്തിച്ചേരുമ്പോൾ ആശീർവാദം നടക്കും. അതിനെ തുടർന്ന് കൊടിയിറക്ക് കൂടി കഴിയുമ്പോൾ പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ 109ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങളുടെ ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിക്കപ്പെടും. അങ്ങനെ ഇവിടേക്ക് കടന്നു വരുന്നവരുടെയും ഇത് കാണുന്നവരുടെയും മനസ്സിൽ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും സുഖകരമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന്റെ ഈ വർഷത്തെ ഏറ്റവും ഒടുവിലത്തെ ചടങ്ങായ റാസയുടെ മനോഹര ദൃശ്യങ്ങളിലേക്ക് മുഴുവൻ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നു. ACBക്ക് വേണ്ടി രാജേഷ് കെ പുതുമന. This program is brought to you by